ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്താണോ അതോ തേർഡ് പാർട്ടിയുടെ അടുത്താണോ കൂടുതൽ സ്നേഹം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് അറിയാവുന്നവർ മാത്രം ഈ റീഡിംഗ് കാണുക. തേർഡ് പാർട്ടി ഇല്ലാത്തവര് തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. തേർഡ് പാർട്ടിയോടാണോ അതോ നിങ്ങളോടാണോ അവർക്ക് കൂടുതൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത്? ഓക്കെ, സെവൻ ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ്ഡ് ആണ്. ഇതൊക്കെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് പെന്റക്കിൾ. ഓക്കെ, നിങ്ങളുടെ അടുത്താണോ തേർഡ് പാർട്ടിയുടെ അടുത്താണോ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അടുപ്പമുള്ളത്? നിങ്ങളുടെ അടുത്തേക്കാണോ തേർഡ് പാർട്ടിയുടെ അടുത്താണോ? സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ്ഡ് ആണ്. പേജ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ക്യൂൺ ഓഫ് പെന്റക്കിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ അടുത്താണോ നിങ്ങളുടെ പേഴ്സണ് അതോ തേർഡ് പാർട്ടിന്റെ അടുത്താണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് എനിക്ക് കാണുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് എന്തായാലും നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കും, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചേസ് ചെയ്ത് പോകുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ പലരുടെ എനർജിയിൽ നിങ്ങൾ ഈ ഒരു ഇതില്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് അറിയാം തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് കിട്ടില്ല, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ സ്റ്റെക്കായിട്ട് ഭയങ്കരമായിട്ട് മെന്റലി ഒക്കെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഉറക്കല്ലാതെ നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അതിന്റെ ഇടയിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ, ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സണുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കാട്ടി കൂടുതൽ ഒരു സ്നേഹം തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, അതായത് നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു തേർഡ് പാർട്ടി ആയിരുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കാൾ ബെറ്റർ തേർഡ് പാർട്ടി ആണ് എന്ന് തോന്നിയിട്ടായിരിക്കാം അവർ നിങ്ങളെ വിട്ടിട്ട് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ആ തേർഡ് പാർട്ടിയാണ് ബെറ്റർ, നിങ്ങളെ വേണ്ട എന്നുള്ളൊരു എനർജിയിൽ ആണ് അവർ നിൽക്കുന്നത്. അതായത് അവർക്ക് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം നിങ്ങളോട്ടോട്ട് വരുന്നില്ല. ഓക്കെ, അതിന്റെ റീസൺ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കർമ്മ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ഈ കർമ്മ കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഒരു കർമ്മ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കർമ്മ വന്നതുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ഈ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു ഡീൽ അവർ തീർക്കേണ്ടതായിട്ടുണ്ടാകാം പാസ്റ്റ് ലൈഫിൽ. ഈ ഒരു കർമ്മ തീർന്നു കഴിയുമ്പം ഈ ഒരു തേർഡ് പാർട്ടിയും ഒഴിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ആ ഒരു കർമ്മ ബേസ് മാത്രമാണ് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പെയിനാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളടുത്ത് ഒരു തേർഡ് പാർട്ടിയേക്കാൾ കൂടുതൽ ഒരു സ്നേഹമില്ല. തേർഡ് പാർട്ടിയാണ് അവർ ഒന്നാമതായിട്ട് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളെയും കാട്ടി ബെറ്റർ തേർഡ് പാർട്ടി ആണ്. അത് എന്ത് രീതിയിലും ആയിരിക്കാം.
എല്ലാ തരത്തിലും ഒരു തേർഡ് പാർട്ടിക്ക് ഒരു സ്ഥാനം കൊടുക്കുന്ന, നിങ്ങളെയും കാട്ടി ഇമ്പോർട്ടൻസും പ്രിയോറിറ്റിയും ഒക്കെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ഈ കർമ്മ നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അവര് ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം, ഈ ഒരു തേർഡ് പാർട്ടിയോട് ചെയ്യേണ്ട ഒരു കടമ, ആ ഒരു ചക്ര കറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് തന്നെ എൻഡായിട്ട് വരുന്നതാണ്. അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് വെറും താൽക്കാലികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഹാപ്പിനെസ്, തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു പ്രിയോറിറ്റി എല്ലാം വെറും താൽക്കാലികമാണ്. അത് എൻഡ് ആകുന്ന ഒരു സമയമുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൺ അറിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അത് എൻഡ് ആകുന്ന ഒരു സമയമുണ്ട്. ഓക്കെ, ഇതൊരു കർമ്മ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ഈ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ പെയിൻ ആകുന്ന, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്തില്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ അതിൽ നിന്നും ഒന്ന് വലിച്ചെടുക്കുന്നതാണ്, നിങ്ങളെ ഹീൽ ഏൽപ്പിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തരാൻ പറ്റിയില്ലെങ്കിലും യൂണിവേഴ്സ് അതിൽ നിങ്ങളുടെ ഇടയിൽ ഒന്ന് ഇടപെടുന്നതാണ്. ഓക്കെ, ഈ ഒരു കർമ്മ കഴിഞ്ഞു കഴിയുമ്പം ഓഫ്കോഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇപ്പോൾ വേദനിച്ചിട്ടുള്ള ആ വേദനയൊക്കെ മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹമൊക്കെ മനസ്സിലാക്കിയിട്ട് തേർഡ് പാർട്ടീനെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്, സക്സസ് ആണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ നടക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പലവരും കരുതും ഒരിക്കലും ഇല്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, നിങ്ങൾ എന്താ പറയാ, അത് പൂർണ്ണമായിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഞാനിത് ഉറപ്പ് പറയാം. കാര്യം ഇവിടെ ഒരു കർമ്മം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ സ്റ്റക്ക് ആയിട്ട് തേർഡ് പാർട്ടിക്ക് സ്നേഹം കൊടുത്ത് നിൽക്കുന്നത്. ആ ഒരു സ്നേഹം മാറിയിട്ട് നിങ്ങൾ ഇത്രയും സങ്കടപ്പെട്ടു, നിങ്ങൾ ഇത്രയും ഡൗൺ ആയിട്ട് ഇരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പേഴ്സൺ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ സാധ്യതയാണ് കാണുന്നത്. സാധ്യതയല്ല, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ നടക്കും. ഓക്കെ, ന്യൂ ബിഗിനിങ്, അതായത് പുതിയൊരു ചേഞ്ച് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൽ. അത് നിങ്ങളായിട്ട് പോകുന്നതായിരിക്കില്ല. അതായത് നിങ്ങളായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, ഈ പേഴ്സൺ ആയിട്ട് നിങ്ങളെടുത്ത് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ഇടയിലേക്ക് കയറി വരുന്ന ആള് യൂണിവേഴ്സ് ആണ്. അതായത് യൂണിവേഴ്സ് ആണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ലൈഫിൽ ആ ഒരു ചക്രം ഇപ്പൊ കറങ്ങിയിട്ട് തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇതിലാണ്. അതായത് കുറച്ച് സമയം, ഒരു ഡിലേ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഒരു ഡിലേ എടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മിറാക്കിൾ പോലെ, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ, അതായത് ഇപ്പൊ ഒരു 1 ഇയർ എടുക്കുകയാണെങ്കിലും പൂർണ്ണമായിട്ട് പോയി എന്ന് കരുതി നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ക്ഷമാപണം നടത്തിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. മേ ബി അത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ലാത്തതിന്റെ ഒരു റീസൺ ഈ ഒരു കർമ്മയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പേഴ്സണെ ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരുടെ ഒരു കർമ്മ അവർ തീർക്കുന്നതാണ്. ഓക്കെ, അത് അവർക്ക് പോലും അറിയില്ല. അത് തീർന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു റിയലൈസേഷൻ വരുന്നതാണ്. തേർഡ് പാർട്ടി ഇതിപ്പം അവരായിട്ട് പോക്കിയില്ലെങ്കിലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയിട്ട് തേർഡ് പാർട്ടി പോകുന്നതായിരിക്കും. അതായത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കാം. ഇതൊക്കെ യൂണിവേഴ്സിന്റെ ഒരു കൈകളാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു അടിയിലായിരിക്കാം അവർ മനസ്സിലാക്കുക, എന്താ പറയാ, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ജെന്യുവൻ ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ റിയൂണിയൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ അനുഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളായിട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഇടയിലേക്ക് യൂണിവേഴ്സ് ഒരു മിറാക്കിൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് നേരെ ഈ ഒരു ചക്ര തിരിഞ്ഞു വരുന്നതാണ്. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്കൊരു സമയം തരുന്നതാണ്. ഓക്കെ, ഒരു കാലതാമസം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡിലേ സംഭവിക്കുന്നതാണ്. അതിനുശേഷം ഒരു മിറാക്കിൾ സംഭവിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹമില്ലായ്മ നിങ്ങൾ ഒരിക്കലും ഭയങ്കര ബാഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവര് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അവരുടെ കർമ്മയൊന്ന് അവർ തീർത്തോട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക.